സെക്രട്ടറി സിദ്ധാർത്ഥ പഠിക്കാൻ പറ്റും ഹാരാർപ്പണം നിർവഹിക്കും. അതുവഴി സെന്റ് ജോൺസ് മാർത്തോമ ഇടവകയുടെ സെക്രട്ടറി പ്രഥമണി YSCR സെക്രട്ടറിയുമായിരിക്കുന്ന ശ്രീ പ്രകാശ് പതിവേലി ഹാരാർപ്പണം നിർവഹിക്കും. KPMSലെ താലൂക്ക് കൗൺസിലർ ശ്രീ K പൊന്നപ്പൻ ഇപ്പോൾ ഹാരാർപ്പണം നിർവഹിക്കും. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെയിംസ് ചെങ്കത്തിൽ ഹാരാർപ്പണം നിർവഹിക്കും. BJP ന്യൂനപക്ഷ സെൽ ജില്ലാ ട്രഷററായിരിക്കുന്ന ശ്രീ VG വർഗീസ് ഇപ്പോൾ ഹാരാർപ്പണം നിർവഹിക്കും. ദേശനിവാസികളായ ഉയർന്നുകൊണ്ടുള്ള നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കും. ശ്രദ്ധിക്കുക, ഏറ്റവും മുൻപിലായി ബാനർ പോകുന്നുണ്ട്. അഭിമന്യ തിരുമനസ് ഈ അതിജീവന പദയാത്ര നയിക്കുന്നു. അതിന് പിന്നിൽ ഒറ്റ വരിയായിട്ടാണ് നമ്മൾ മുൻപോട്ട് നീങ്ങുന്നത്. ഗതാഗത സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ, പരിസ്ഥിതി ധ്വംസനം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ മലങ്കര സഭയുടെ നിരണം ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിമന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമനസ്സുകൊണ്ട് നേതൃത്വം നൽകുന്ന അതിജീവന കാൽനടയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം നിരണം ഭദ്രാസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിമന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമനസ്സുകൊണ്ട് നേതൃത്വം നൽകുന്ന അതിജീവന കാൽനടയാത്രയാണ് ഈ രാജവീതിയിൽ കൂടി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം നിരണം ഭദ്രാസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിമന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമനസ്സുകൊണ്ട് സാമൂഹിക തിന്മകൾക്കെതിരെ നയിക്കുന്ന അതിജീവന പദയാത്രയാണ് ഈ രാജവീതിയിൽ കൂടി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. സാമൂഹിക തിന്മകൾക്കെതിരെ മലങ്കര സഭയുടെ നിരണം ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിമന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമനസ്സുകൊണ്ട് നയിക്കുന്ന അതിജീവന കാൽനടയാത്രയാണ് ഈ രാജവീതിയിൽ കൂടി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം നിരണം ഭദ്രാസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സാമൂഹിക തിന്മകൾക്കെതിരെ സാമൂഹ്യ പ്രവർത്തനയോടെ OCY ജയ് ജയ് കാതോലിക്കോ, ജയ് ജയ് കാതോലിക്കോ, ജയ് ജയ് കാതോലിക്കോ, ജയ് ജയ് കാതോലിക്കോ. Thank you.
പഠിച്ചു വളരാൻ കാശില്ലാതെ പാവപ്പെട്ടവർ വലയുമ്പോൾ ഒരു പിടി മറ്റും കിട്ടാതെ ശ്രീ ആനന്ദൻ നമ്പൂതിരിപ്പാട് പട്ടമന ഇല്ലം. അദ്ദേഹം പനയന്നാർക്കാവ് ക്ഷേത്രത്തിലെ മുഖ്യ കാര്യദർശിയാണ്. അദ്ദേഹം ഇതാ ഈ സമയത്ത് പൊന്നാട അണിയിച്ചുകൊണ്ട് അഭിവന്യ യോഹന്നാൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത അഭിവന്യ പിതാവിന് സാഷ്ടാംഗ പ്രണാമങ്ങളോടുകൂടി ഇന്നത്തെ ഈ ലോകത്തിൽ ഏറ്റവും വലിയ തിന്മയായിട്ട് ജനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മദ്യപാനവും ലഹരി ഉപയോഗവും എത്ര കണ്ട് ദുഷിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഓരോരുത്തരുടെ കണ്ണുനീര് കൊണ്ടുള്ള കഥ കാണുമ്പോഴും വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ തട്ടുകയാണ്. ഇതിന് യഥാർത്ഥത്തിലുള്ള കാരണക്കാർ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അതാത് കാലങ്ങളിൽ ഭരിക്കുന്നവരെ മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറ്റം പറയുള്ളൂ. കാരണം ഇത് ബോധവൽക്കരണത്തിൽ കൂടെ നടത്തുന്നതിനേക്കാൾ വളരെ പ്രധാനമായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ, ഇതിൻ്റെ സോഴ്സ് ഓഫ് എവിടെ നിന്നാണ് ഇത് വരുന്നത്, ആ വരവ് നിലയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അത് ചെയ്യേണ്ടത് ഭരണകൂടമാണ്. അത് ചെയ്യാതെ ഖജനാവ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വശത്ത് നിൽക്കുകയും മറുവശത്ത് ഉപദേശിക്കുകയും ബോധവൽക്കരണം ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇന്ന് പെരുവഴിയിൽ കൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും കാണാം അതിൻ്റെ രണ്ട് വശങ്ങളിലുമുള്ള ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളിൽ വളരെ മര്യാദക്കാരായിട്ട് ക്യൂ നിൽക്കുകയും കുറേ നേരം കഴിയുമ്പോൾ തളർന്നു വീഴുകയും അടിയുണ്ടാക്കുകയും ചെയ്യുന്നത് കാണാം. ഇവരുടെയൊക്കെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ, യാതനകൾ നമ്മൾക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല. ഇന്ന് കാണുന്ന ആത്മഹത്യക്കും മറ്റു തരത്തിലുള്ള പ്രവണതകൾക്കും മൂലകാരണം ഇത്തരത്തിലുള്ള ഈ മദ്യപാനവും അതുപോലെ തന്നെ ഈ ലഹരി ഉപയോഗവുമാണ്. ഇതിനെ നിർത്തുവാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് പ്രതിജ്ഞയെടുക്കാം, ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാം. ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഇതിനുവേണ്ടി ഒരുപാട് മദ്യപാനത്തിനെതിരായിട്ട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. എടത്വ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ എഴുതിയ പാട്ടാണ് ചാരായം കുടിക്കരുതേ ധനം നശിപ്പിച്ചും മാനം കെടുത്തലെന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. പലരും ഇന്ന് അത് ഏറ്റുപാടുന്നുണ്ടെങ്കിലും പ്രാവർത്തികമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ നല്ലൊരു തലമുറ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്കേവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം. ജാതിയോ മതമോ രാഷ്ട്രീയമോ പണ്ഡിത പാമരത്വമോ ഇതിന് പ്രതിബന്ധമാകുകയില്ല. നിങ്ങളോടൊപ്പം എൻ്റെയും പ്രവർത്തനം എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ള ആ വാക്ക് തന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്ത അകലയിൽ നിന്ന് ഞങ്ങൾ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, എന്തിനാണ് ഈ അതിജീവന പദയാത്ര നടത്തുന്നത് എന്ന് ഇതിൻ്റെ സംഘാടകർ മുന്നമേ ഇവിടെ അറിയിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട നമ്പൂതിരി അവറുകളും ഇതിൻ്റെ ആവശ്യകതയെ ഊന്നി പറയുകയുണ്ടായി. മനുഷ്യനെ മൃഗമാക്കുന്ന, മൃഗത്തേക്കാൾ ഹീനമാക്കുന്ന, നാടിൻ്റെ നന്മ ഇല്ലാതാക്കി തീർക്കുന്ന ഈ മദ്യം പോലെയുള്ള മയക്കുമരുന്ന് അതുപോലെയുള്ള തിന്മകളെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ നമ്മൾ പത്രങ്ങളിലൂടെ ദിവസവും വായിക്കുന്നു. പണ്ട് വളരെ ഗോപ്യമായി രഹസ്യമായി ചുരുക്കം ചിലർ ഇത് ഉപയോഗിച്ചിരുന്നത് ഇന്ന് പരസ്യമായി എന്തിന് കുട്ടികളും സ്ത്രീകളും ഇതിൻ്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിക്കപ്പെട്ട ഈ മലയാളക്കരയുടെ ഇന്ന് തിന്മകളുടെയും പിശാചിന്റെയും ഒരു നാടാക്കി മാറ്റിയിരിക്കുന്നതിൽ നിന്ന് തിരികെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള നിലയിൽ തിരികെ കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം മനസാക്ഷിയുള്ള ഓരോ മനുഷ്യനുമുണ്ട്. അതുകൊണ്ട് മതസമുദായ സംഘടനകളുടെ സംവിധാനത്തിനപ്പുറമായി അനേകർ ഞങ്ങളുടെ കൂടെ സഹകരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഇന്ന് ചതയ ദിനമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ നവോത്ഥാന നേതാവായ ഗുരുസ്വാമി നാരായണസ്വാമികളുടെ ജന്മദിനം കൂടിയാണ്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏതാനും ചില നിർദ്ദേശങ്ങൾ
ജീവിതം നന്മ കൊണ്ട് പരിപോഷിപ്പിക്കുക, ജീവിതത്തെ നന്മയുടെ പര്യായമാക്കി തീർക്കുക, ജാതി മത വർഗ വർണ്ണ വിവേചനമില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണുക, സ്നേഹിക്കുക, മനുഷ്യത്വപരമായി പ്രവർത്തിക്കുക, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതും ദുരുപയോഗം ചെയ്യുന്നതുമായ പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കുക, അന്തരീക്ഷ മലിനീകരണത്തിന് ഉതകുന്ന ഒരു കാര്യവും ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ എടുക്കുക, വിഷരഹിത പച്ചക്കറി പഴവർഗ കൃഷി ഇവ പ്രോത്സാഹിപ്പിക്കുവാൻ പ്രവർത്തിക്കുക, ആരോഗ്യകരമായ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ആരോഗ്യകരമായ ഒരു അവബോധം ജനങ്ങളിൽ വർദ്ധിപ്പിക്കുക, മാലിന്യങ്ങൾ അയൽപക്കക്കാരന്റെയും വഴിയോരങ്ങളിലും കൊണ്ട് തള്ളുന്ന പ്രവണത ഇല്ലാതാക്കി അതിന്റെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക, പ്ലാസ്റ്റിക് പോലെയുള്ള അപകടകരമായ പ്രകൃതിയെ ഇത്രയും ദുരുപയോഗം ചെയ്യുന്ന നശിപ്പിക്കുന്ന വസ്തുക്കളുടെ ഉപയോഗം പരമാവധി ഉപേക്ഷിക്കുക, മയക്കുമരുന്നുകൾ തുടങ്ങി ലഹരി പദാർത്ഥങ്ങൾ പൂർണ്ണമായി വർജിക്കുക, ആർഭാടവും ധൂർത്തും ഒഴിവാക്കിയുള്ള ലളിത ജീവിത ശൈലി ശീലിപ്പിക്കുക. എല്ലാ മതങ്ങളും ഒന്നുപോലെ ഈ ആശയങ്ങളെ സ്വീകരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ സംഗതിയാണ്. ഞങ്ങൾക്കിവിടെ സ്വീകരണമൊരുക്കിയ ആശംസ നേർന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നമ്പൂതിരി അവറുകളോടും ഈ നാട്ടുകാരോടും സർവരോടും ഞങ്ങൾക്കുള്ള സ്നേഹവും സന്തോഷവും ഈശ്വരനാമത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് എടത്തുവായിലേക്ക് ഈ പദയാത്ര നീങ്ങുകയാണ്.